പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ശനിയാഴ്ച ദിനം അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും യേശുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, നന്ദി പറയാനുള്ളത്, നമുക്ക് ഇന്നലെ ശരി നല്ലൊരു കുമ്പസാരമായിരുന്നു കേട്ടോ. അന്ന് നിങ്ങൾ ഒരു ജപമാലയൊക്കെ ചൊല്ലി പറ്റുവാണെങ്കിൽ ശരിക്കും നല്ലൊരു കുമ്പസാരം. അത് ദൈവത്തിന്റെ കരുണയാണ് സഹോദരൻ. പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്ക് നല്ല കുമ്പസാരം നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്ദി പറഞ്ഞ് പറ്റുവാണെങ്കിൽ ഒരു ജപമാല അല്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. പിന്നെ ഇന്ന് നമ്മൾ ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്കാണ് ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ പ്രത്യേക മന്ദിരത്തിൽ നടത്തുന്നത്. മോർണിംഗിൽ സ്വർഗത്തെക്കുറിച്ചും അതല്ല നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറയേണ്ടത് ശരിക്കും ഈശോ നമ്മെ പഠിപ്പിച്ച പ്രബോധനങ്ങളെ കുറിച്ചല്ല, സ്വർഗത്തെക്കുറിച്ചൊക്കെ ശക്തമായിട്ട് പറയും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പിന്നെ നാളെ സാബത്താണ് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ ഒരു 10 മിനിറ്റ് എങ്കിലും മുമ്പ്, സ്ഥിരം നിങ്ങൾ നേരം വൈകി പോകുന്നവരാണെങ്കിൽ നാളത്തെ ഞായറാഴ്ചയിലെ കുർബാനയ്ക്ക് ഒരു 10 മിനിറ്റ് എങ്കിലും മുൻപ് നിങ്ങൾ എത്താവുന്ന വിധത്തിൽ നിങ്ങൾ പോയേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ പ്രവചനം 1:9. വചനം പറയാണ്, അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു. ജെറമിയായോട് പറയാണ്, എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്ത് എന്താ പറഞ്ഞത്? ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്റെ വചനം നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. തുടർന്ന് നമുക്കറിയാം, പീഡിതറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും എന്നൊക്കെ പറഞ്ഞ് അടുത്തൊരു ഭാഗം. അതുകൊണ്ട് പ്രിയ സഹോദരൻ, നമ്മൾ ഏത് ബലഹീനത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ വചനം കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വചനത്തിന് നമ്മൾ ഒരു പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊടുത്തില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് പ്രയാസമാണ്. ദൈവ വചനത്തെ ആദരിക്കണം. വചനത്തിലൂടെ സ്വർഗത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ ശരിക്കും താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെ ആവർത്തിച്ച് വചനം പറയുക. അതായത് ഒന്ന് വചന പ്രഘോഷണം, 2 സെനക്കൾ പ്രയർ, അതിൽ വചനം മാത്രമാണ് സെനക്കള്. അതുപോലെ അതിൽ നിന്ന് ഉണ്ടായ ചില ജീവിത അനുഭവങ്ങൾ അവർ പങ്കുവെക്കും. അങ്ങനെ സെനക്കളില് അവരെന്നെ അവരുടെ ഈ ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ പങ്കുവെക്കും. ശരിക്കും വചനത്തിന് ഭയങ്കരമായ ഒരു പവറുണ്ട് സഹോദരന്റെ. നമ്മുടെ ജീവിതത്തിലെ ആ ഒരു വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ആശീർവാദ വേളയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബവുമായിട്ട് നിങ്ങളുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ ശരിക്കും വചനം വെച്ച് പ്രാർത്ഥിക്കുക. അതിന് ഒരു ബന്ധപ്പെട്ട ഒരു വചനം നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വചനം കൊണ്ട് ആ പ്രതികൂലത്തെ വിടുവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ശരിക്കും വചനത്തിന്റെ ഉൾപ്പൊരുൾ വെളിപ്പെടുത്തി കൊടുക്കണമേ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.